ആപ്ലിക്കേഷൻ ഓഫ് ബയോട്ട്-സവാർട്ട് ലോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബയോട്ട്-സവാർട്ട് ലോയെ പറ്റി പഠിച്ചായിരുന്നു. അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് എ സർക്കുലർ കറണ്ട് ലൂപ്പ്. നമുക്ക് സമയം കളയേണ്ട, ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബയോട്ട്-സവാർട്ട് ലോയെ പറ്റി പഠിച്ചായിരുന്നു. അവിടെ നമ്മൾ പഠിച്ചു, ഇതൊരു കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ ഈ കണ്ടക്ടർ, ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ചുറ്റുപാടും മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയെങ്കിൽ സറൗണ്ടിങ്ങിലെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബയോട്ട്-സവാർട്ട് ലോ യൂസ് ചെയ്യും. സോ ഇവിടെ ഒരു ചെറിയ എലമെൻ്റ് എടുക്കാൻ പോവുകയാണ്. ഈ എലമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് കറണ്ട് എലമെൻറ്റ്. സോ കറണ്ട് എലമെൻ്റ് ആണ് I/dl. ഈ കറണ്ട് എലമെൻറ്റിൽ നിന്നും നമ്മുടെ ഈ പോയിന്റിലേക്കുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് R എന്ന് പറയുന്നത്. ഈ ആംഗിളാണ് തീറ്റ. കറണ്ട് എലമെൻറ്റും ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. അങ്ങനെയെങ്കിൽ കറണ്ട് എലമെൻറ്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് dB. സോ ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് dB വിച്ച് ഈസ് ഈക്വൽ ടു μ0 ഡിവൈഡ് ബൈ 4π I/dl സൈൻ തീറ്റ ഡിവൈഡ് ബൈ R² എന്നാണ് ഇക്വേഷൻ. നമുക്ക് വലിയ മാഗ്നറ്റിക് ഫീൽഡാണ് വേണമെങ്കിൽ B വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. μ0 ഡിവൈഡ് ബൈ 4π I/dl സൈൻ തീറ്റ ഡിവൈഡ് ബൈ R². സോ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ എൻറ്റയർ കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ്, ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇതായിരുന്നു ബയോട്ട്-സവാർട്ട് ലോ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഇതിൻ്റെ ആപ്ലിക്കേഷനാണ്. സോ നമ്മുടെ ആപ്ലിക്കേഷനാണ്, നമ്മുടെ മെയിൻ ടോപ്പിക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദി ആക്സിസ് ഓഫ് എ സർക്കുലർ കറണ്ട് ലൂപ്പ്. സോ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു സർക്കുലർ കറണ്ട് ലൂപ്പ് ഉണ്ട്. ഇതൊരു സർക്കുലർ കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിലൂടെ കറണ്ട് ഇങ്ങനെ ഒഴുകുകയാണ്. I എന്ന കറണ്ട് ഇങ്ങനെ ഒഴുകുകയാണ്. ഈ സർക്കുലർ കറണ്ട് ലൂപ്പിൻ്റെ, ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ R എന്ന് പറയുന്നത്. സോ ക്യാപിറ്റൽ R ആണ് ഇതിൻ്റെ റേഡിയസ്. ഇതാണ് സെൻറ്റർ. ഇനി ഈ സെൻറ്ററിൽ നിന്നും ഞാനൊരു ആക്സിസ് വരയ്ക്കാൻ പോവുകയാണ്. സോ ഇതാണ് ആക്സിസ്. എനിക്ക് ഈ ആക്സിസിലെ ഒരു പോയിൻ്റാണ് ഈ പോയിൻ്റ്. ഞാൻ ഈ പോയിൻ്റ് വിളിക്കുന്ന പേരാണ് പോയിൻ്റ് P. ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ വേണം. സോ നമ്മൾ എന്താണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദി ആക്സിസ്, മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദി ആക്സിസ് ഓഫ് എ സർക്കുലർ കറണ്ട് ലൂപ്പ്. ഇതൊരു സർക്കുലർ കറണ്ട് ലൂപ്പാണ്. ഈ സർക്കുലർ കറണ്ട് ലൂപ്പിൻ്റെ ആക്സിസിലെ ഒരു പോയിൻ്റാണ് P എന്ന് പറയുന്നത്. ഈ Pയുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയെന്നാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ഇനി നമ്മളുടെ സർക്കുലർ കറണ്ട് ലൂപ്പിൻ്റെ സെൻറ്ററിലെ പോയിൻ്റാണ് O എന്ന് പറയുന്നത്. ഇനി O തൊട്ട് P വരെയുള്ള അകലമാണ് സ്മോൾ x. ഇനി നോക്ക്, ഇതൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണ്. നമുക്കറിയാം കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ചുറ്റുപാടും മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഏതെങ്കിലും ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ബയോട്ട്-സവാർട്ട് ലോ ഉപയോഗിക്കാം. സോ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ബയോട്ട്-സവാർട്ട് ലോയെ ഉപയോഗിക്കാം. നമുക്കറിയാം ബയോട്ട്-സവാർട്ട് ലോ വഴിയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളൊരു ചെറിയ കറണ്ട് എലമെൻറ്റിനെ പരിഗണിക്കണം. സോ ഞാൻ പരിഗണിക്കാൻ പോവുകയാണ് ഒരു ചെറിയ കറണ്ട് എലമെൻറ്റ്. ഇതാണ് I/dl. ഈ I/dl എന്ന കറണ്ട് എലമെൻറ്റ് ഈ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ കൊടുക്കും. സോ I/dl എന്ന കറണ്ട് എലമെൻറ്റ് ഈ പോയിന്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി dB ആയിരിക്കും. നോക്ക്, ഇതൊരു ചെറിയ കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണ്. ഇത്രയും ഭാഗം ഒരു ചെറിയ സെഗ്മെൻ്റ് ആണ്. അതുകൊണ്ട് ഈ ചെറിയ സെഗ്മെൻറ്റിന് ഉണ്ടാക്കുവാൻ കഴിയുന്ന മാഗ്നറ്റിക് ഫീൽഡും ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. സോ നമുക്കാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ വരയ്ക്കാം. സോ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. നമുക്ക് ഇതിനെ സ്മോൾ r എന്ന് എഴുതാം. സോ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. ഇനി നോക്ക്, കറണ്ട് എലമെൻറ്റും ഇതാണ് കറണ്ട് എലമെൻറ്റ്. കറണ്ട് എലമെൻറ്റും ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? അത് 90 ഡിഗ്രിയാണ്. ശരിയാണോ? ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. സോ നമ്മൾ പറയും തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. ഇനിയാണെങ്കിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി dB നമുക്ക് വരയ്ക്കാം. സോ ഇവിടുത്തെ dB എങ്ങനെയായിരിക്കും? നമുക്കറിയാം dB എപ്പോഴും എങ്ങനെയാണ്? അത് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിന് പെർപെൻഡിക്കുലർ ആണ്. സോ dB ഡയറക്ഷൻ എപ്പോഴും എങ്ങനെയായിരിക്കും? അത് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിച്ചതാണ്, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എടുക്കാൻ പോവുകയാണ്. അതിലൂടെ കറണ്ട് കടന്നു പോവുകയാണ്. അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വഴിയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങനെ വരച്ചു. ഇനി ഏതെങ്കിലും ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ വേണമെങ്കിൽ ആ പോയിന്റിന് ടാൻജൻറ്റ് വരച്ചാൽ മതിയാകും. സോ ഇതാണ് ഈ മാഗ്നറ്റിക് ഫീൽഡിലെ ഈ പോയിന്റിലെ ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ.
അതായത് ഇത് ടാൻജൻ്റ് അല്ലേ, ടാൻജൻറ്റും റേഡിയസ് അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? അത് എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. സോ നമുക്ക് ഉറപ്പായിട്ട് ഇത് പറയാം, എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് ഇൻവേഴ്സ് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? അത് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? സോ ഡി ബി അതായത് ഈ കറണ്ട് എലമെൻറ്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻവേഴ്സ് ഡയറക്ഷൻ എങ്ങനെയാണ്? അത് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിന് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയെങ്കിൽ ബയോട്ട്സ് ലോ അനുസരിച്ച് നമുക്ക് ഡി ബിയുടെ മാഗ്നിറ്റ്യൂഡ് പറയാം. സോ ഡി ബി വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കറിയാം μ0 ഡിവൈഡ് ബൈ 4π ഐ ഡി എൽ കറണ്ട് എലമെൻറ്റ്. ഇനി സൈൻ തീറ്റ എത്രയാണ്? സൈൻ 90 ആണ്. സോ സൈൻ 91 ആണ്, അത് എഴുതേണ്ട ആവശ്യമില്ല. ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിൻ്റെ സ്ക്വയർ. സോ ഇതാണ് ഡി ബിയുടെ മാഗ്നിറ്റ്യൂഡ്. ഇനി ഡി ബി എന്ന് പറയുന്നത് ഒരു ചരിഞ്ഞ വെക്ടറാണ്, അതുകൊണ്ട് നമുക്കതിനെ 2 കമ്പോണൻസ് ആയിട്ട് മുറിക്കാം. നോക്ക്, ഈ ആംഗിൾ നമ്മൾ ഫൈ ആയിട്ട് എടുക്കുകയാണ്. സോ ഈ ആംഗിൾ ഫൈ ആണെങ്കിൽ ഇത് 90 ഡിഗ്രിയാണ്. ശരിയാണോ? ഇത് ഫൈ, ഇത് 90 ഡിഗ്രി. ഇതെന്ത് വരിക്കും അപ്പോൾ? അത് 90 - 5 ആണ്. ഇനി നോക്ക്, ഇത് ഫുള്ളും 90 ഡിഗ്രിയാണ്, ഇത്രയും ഫുള്ളും 90 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ ഇത് 90 - 5 ആണ്. സോ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ ഫൈ ആയിരിക്കും. ഇത് നോക്ക്, ഇത് ഫുള്ളും എത്രയാണ്? അത് 90 ഡിഗ്രിയാണ്. സോ ഇത് ഇവിടെ തൊട്ട് ഇവിടം വരെ 90 ഡിഗ്രിയാണ്. ഇത് ഫൈ ആണ്. അങ്ങനെയെങ്കിൽ എന്താ എത്രയായിരിക്കും? അത് 90 - 5 ആയിരിക്കും. സോ ഇത് 90 - 5 ആണ്. ഇനി നോക്ക്, ഇത് ഫുൾ എത്രയാണ്? അത് ഫുൾ 90 ഡിഗ്രിയാണ്. ഇത്രയും 90 - 5 ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇതെന്ന് പറയണത് ഫൈ ആയിരിക്കും. ശരിയാണോ? സോ ഇത് ഡി ബി ആണ്. ഈ ഡി ബിയെ നമ്മൾ 2ആയിട്ട് മുറിച്ചു. സോ ഇത് ഡി ബി ആണ്. നമ്മൾ ഈ ഡി ബിയെ 2ആയിട്ട് മുറിച്ചു. ഇത് ഫൈ ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് ഡി ബി കോസ് ഫൈ ആയിരിക്കും. സോ ഇതാണ് ഡി ബി കോസ് ഫൈ. സോ ഇതെന്താണ്? ഇത് ഡി ബി സൈൻ ഫൈ ആണ്. മനസ്സിലാവുന്നുണ്ടോ? സോ ഈ കമ്പോണൻറ്റ് ഡി ബി സൈൻ ഫൈയും ഈ കമ്പോണൻറ്റ് ഡി ബി കോസ് ഫൈയുമാണ്. സോ എന്താണ് പറഞ്ഞത് നമ്മൾ? ഇത് ഫൈ ആണെങ്കിൽ ഇത് 90 ആണ്. ട്രയാങ്കിളിൻ്റെ ഇത് ഫൈയും ഇത് 90 ആണെങ്കിൽ ഇത് 90 - 5 ആണ്. ഇത് ഫുൾ 90 ആണ്. സോ ഇത് 90 - 5 ആണെങ്കിൽ ഇത് ഫൈ ആണ്. ഇത് ഫുൾ 90 ആണ്. അങ്ങനെയെങ്കിൽ ഇത് ഫൈ ആണെങ്കിൽ എത്രയായിരിക്കും? 90 - 5. ഇനി ഇത് ഫുൾ 90 ആണ്. ഇത് 90 - 5 ആണെങ്കിൽ ഇത് ഫൈ ആണ്. അതായത് ഈ ഡി ബിയുടെ കോസ് കമ്പോണൻ്റാണിത്. ഇത് ഡി ബി കോസ് ഫൈ ആണ്. ഇത് ഡി ബി സൈൻ ഫൈ ആണ്. ഇതുപോലെ നമുക്ക് ഇവിടെയും എന്ത് ചെയ്യാം? ഒരു കറണ്ട് എലമെൻറ്റിനെ പരിഗണിക്കാം. ശരിയാണോ? ഇവിടെയും നമുക്ക് വേണമെങ്കിൽ ഒരു കറണ്ട് എലമെൻറ്റിനെ പരിഗണിച്ചു. ഇതാണ് ഐ ഡി എൽ എന്ന കറണ്ട് എലമെൻറ്റ്. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഇങ്ങോട്ട് വരയ്ക്കാം. അതാണ് ആർ എന്ന ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. ശരിയല്ലേ? സോ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആയിരിക്കും ഡി ബി. അതെങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. ഇനി വേണമെങ്കിൽ ഈ ഡി ബിയെയും നമുക്ക് 2 കമ്പോണൻസ് ആയിട്ട് മുറിക്കാം. സോ ഇതൊക്കെയാണ്. ഈ കമ്പോണൻ്റ് ആയിരിക്കും ഡി ബി കോസ് ഫൈ. ഈ കമ്പോണൻ്റ് ആയിരിക്കും ഡി ബി സൈൻ ഫൈ. നോക്ക്, ഇവിടെയാണെങ്കിൽ ഒരു ഡി ബി സൈൻ ഫൈ താഴേക്കുണ്ട്, മറ്റ് ഡി ബി സൈൻ ഫൈ മുകളിലേക്കുണ്ട്. സോ ഡി ബി സൈൻ ഫൈ എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. ബാക്കി ആരുണ്ട്? 2 ഡി ബി കോസ് ഫൈ. ഒരു ഡി ബി കോസ് ഫൈ, ഇത് അടുത്ത ഡി ബി കോസ് ഫൈ. സോ 2 ഡി ബി കോസ് ഫൈ. അതായത് നമ്മൾ 2 കറണ്ട് എലമെൻറ്റ് പരിഗണിച്ചപ്പോൾ നമുക്ക് 2 ഡി ബി കോസ് ഫൈ കിട്ടി. അങ്ങനെ ഈ കണ്ടക്ടറിൽ എത്ര കറണ്ട് എലമെൻ്റ് ഉണ്ട്? ധാരാളം കറണ്ട് എലമെൻ്റ് ഉണ്ട്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ആകെ കറണ്ട് ക്യാരിങ് കണ്ടക്ടറെ നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞാൽ എത്ര ഡി ബി കോസ് ഫൈ ഇവിടെ കാണും? ധാരാളം ഡി ബി കോസ് ഫൈ കാണും. അതായത് ഈ പോയിന്റിലെ ആകെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഡി ബി കോസ് ഫൈകൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ ഇൻ്റഗ്രൽ ഡി ബി കോസ് ഫൈ. മനസ്സിലായോ? സോ 2 കറണ്ട് എലമെൻറ്റ് പരിഗണിച്ചപ്പോൾ നമുക്ക് 2 ഡി ബി കോസ് ഫൈ കിട്ടി. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ധാരാളം കറണ്ട് എലമെൻറ്റുകളുണ്ട്, അതുകൊണ്ട് ധാരാളം ഡി ബി കോസ് ഫൈകളുമുണ്ട്. സോ ഈ പോയിന്റിലെ നെറ്റ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് ബി കണ്ടുപിടിക്കണമെങ്കിൽ, ഇഫക്റ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഡി ബി കോസ് ഫൈകളെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ ഇത്രയും മനസ്സിലായോ? സോ നമുക്ക് പറയാം ബി വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ നമ്മൾ അതുപോലെ എഴുതി. ഇനി ഡി ബിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. എന്താണത്? അത് μ0 ഡിവൈഡ് ബൈ 4π ഐ ഡി എൽ സൈൻ തീറ്റ. എത്രയാണത്? സൈൻ തീറ്റ 90 ഡിഗ്രി ആയിരുന്നു. സോ സൈൻ 91 ആണ്. ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഇതാണ് ഡി ബി. ഇനി ആരുണ്ട്? കോസ് ഫൈ ഉണ്ട്. നോക്ക്, ഈ ട്രയാങ്കിളിൽ നിന്നും നമ്മൾക്ക് കോസ് ഫൈ എടുക്കാം. കോസ് ഫൈ എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്.
സോ അഡ്ജസൻറ്റ് സൈഡാണ് ആർ എന്ന് പറയുന്നത്. സോ ക്യാപിറ്റൽ ആർ ഡിവൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ് സ്മോൾ ആർ എന്ന് പറയുന്നത്. സോ സ്മോൾ ആർ. നമുക്കിതിനെ ഈ ആർ സ്ക്വയറിനെയും അതുപോലെ ഈ ആറിനെയും ഒരുമിച്ച് എഴുതാം. സോ നമുക്ക് കിട്ടും ബി വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ μ0 ഡിവൈഡ് ബൈ 4π നമ്മൾ അതുപോലെ എഴുതി. ഇനിയാണെങ്കിൽ ഐ ഡി എൽ ആർ ഡിവൈഡ് ബൈ ആർ ക്യൂബ് എന്ന് വരും. സോ എന്താണ് ആർ ക്യൂബ് എന്ന് പറയുന്നത്? നമുക്കറിയാം ഈ ട്രയാങ്കിളിൽ ആർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ശരിയല്ലേ? ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയർ എ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ ആണ്. സോ റൂട്ട് ഓഫ് ഇതിൻ്റെ സ്ക്വയർ എ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ ആണ് ആർ എന്ന് പറയുന്നത്. നമുക്ക് ഈ റൂട്ടിനെ മാറ്റി എഴുതാം. ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 എന്ന് പറയാം. സോ ആർ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ക്യൂബ് എടുക്കുമ്പോൾ ഇവിടെയും ക്യൂബ് എടുക്കണം. സോ നമുക്ക് കിട്ടും ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2. സോ ആർ ക്യൂബിന് പകരം എന്ത് പറയാം? ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2. ഇനിയാണെങ്കിൽ ഇതിൽ ആരൊക്കെ കോൺസ്റ്റൻ്റ് ആണ്? μ0 ഒരു കോൺസ്റ്റൻ്റ് ആണ്, 4π ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഐ ഒരു കോൺസ്റ്റൻ്റ് ആണ്, ആർ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ശരിയല്ലേ? അതുപോലെ ഈ ഡിസ്റ്റൻസും ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇനി ആരാണ് ചേഞ്ച് ചെയ്തത്? നമ്മൾ ആരെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്തത്? ഡി എല്ലിനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്തത്. സോ ആരെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? ആരെയാണോ ഡിഫറൻഷ്യേറ്റ് ചെയ്തത് അവനെയാണ്, ആ വേരിയബിളിനെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ ഡി എല്ലിനെയാണ് ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് പറയാം ബി വിച്ച് ഈസ് ഈക്വൽ ടു μ0 ഡിവൈഡ് ബൈ 4π നമ്മൾ കോമൺ എടുത്തു, ഐ പുറത്തെടുത്തു, ആർ പുറത്തെടുത്തു, അതുപോലെ ആർ ക്യൂവും പുറത്തെടുത്തു. നമുക്കറിയാം ആർ ക്യൂവിന് പകരം എന്ത് പറയാം? ആർ ക്യൂവിന് പകരം പറയാം ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2. സോ ഇത്രയും നമ്മൾ പുറത്തെടുത്തു. ഇനി ബാക്കി ആരുണ്ട്? ഇൻ്റഗ്രൽ ഡി എൽ. എന്താണ് ഡി എൽ എന്ന് പറയുന്നത്? ദാണ്ട് ഈ കണ്ടക്ടറിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഡി എൽ എന്ന് പറയുന്നത്. സോ ഇൻ്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ഈ കണ്ടക്ടറിൻ്റെ ആകെ ലെങ്ത്. ശരിയല്ലേ? ഈ കണ്ടക്ടറിൻ്റെ ആകെ ലെങ്താണ് ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസ്, അതായത് 2πr. സോ ഇൻ്റഗ്രൽ ഡി എല്ലിന് പകരം പറയാം 2πr. സോ വിച്ച് ഈസ് ഈക്വൽ ടു μ0 ഡിവൈഡ് ബൈ 4π ഐ ആർ. ഇനി താഴെ ആരുണ്ട്? ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 ഉണ്ട്. ഇനി ഇൻ്റഗ്രൽ ഡി എല്ലിന് പകരം പറയാം 2πr. ഈ പൈയും ക്യാൻസലാകും, അതുപോലെ ഈ 4ഉം ഈ 2ഉം ക്യാൻസലാകും. സോ ഇവിടെ 2 വരും. ശരിയാണോ? അതുപോലെ ഈ ആറും കൂടി ചേർന്ന് ആർ സ്ക്വയർ ആകും. സോ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് പോകാം. ബി വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? μ0 ഐ ആർ സ്ക്വയർ എന്ന് മുകളിൽ വരും. ദ ഹോൾ ഡിവൈഡ് ബൈ ഇവിടെ 2 ഉണ്ട്, പിന്നെ ആരുണ്ട് ഇവിടെ ഉള്ളത് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 എന്ന് വരും. സോ ഇതാണ് ഈ പി എന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ആൻസർ.